ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമിക നന്ദുവിൽ നിന്ന് ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് കേട്ടോ. നീ എന്നെ അടിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കരണം നോക്കി ഒന്നങ്ങ് അടിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം നീ എന്നെ അടിച്ചടിയില്ലേ എന്ന് പറയുമ്പോഴേക്കും ചവിട്ടി കൂട്ടി അങ്ങ് മുക്കിലിടണം കേട്ടോ. അത് കണ്ട് കൈയടിക്കാൻ ഭാഗമില്ലാതെ അനിങ്ങനെ ചിരിച്ചും കൊണ്ട് നിൽക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇവിടെ നേനെ പറയുന്നുണ്ട് വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരൊറ്റ അടിക്കങ്ങ് തെറിച്ചങ്ങ് പോവാണ്. എന്നാൽ ഈ സമയം ജാനകിയും ഈ പറയുന്ന ജലജയും കൂടി മോളെ എന്നൊക്കെ പറഞ്ഞ് എണീപ്പിക്കാൻ കേട്ടോ. എന്നിട്ട് ജാനകി ചോദിക്കണം, നീ എൻ്റെ മോളെ അടിച്ചടിയില്ലേ എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങളെന്താ ചെയ്തത്, ഇവളെ എൻ്റെ ചേച്ചിയെ അടിച്ചാൽ ഞാൻ കണ്ടു നിൽക്കണം എന്ന് ചോദിച്ച ഉടനെ തന്നെ ഇവളെ നീ അടിച്ചില്ലേ, അതിന് മാത്രം നിനക്ക് ധൈര്യമായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ അടിച്ചാൽ വെറുതെ വിടില്ല, അതിനെങ്ങനെ നിൻ്റെ വീടാവും, ഇത് ആദർശം എടുത്ത വീടല്ലേ, ഞാൻ താമസിക്കുന്ന വീടാണെങ്കിൽ ഇത് എൻ്റെ വീട് തന്നെ, ആദർശേട്ടൻ തന്നെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക, പക്ഷെ ഞാൻ താമസിക്കുന്ന വീടാണ് എന്നിങ്ങനെ പറയാനേട്ടോ. അപ്പോഴേക്കും അനാമിക പറയണേ, അതിനെങ്ങനെ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ ഇതൊക്കെ കണ്ട് നോക്കി നിൽക്കില്ലേ എന്ന് പറയുമ്പോൾ നന്ദു പറയണേ, ഹെഡി മറ്റുള്ളവർക്ക് പിന്നാലെ നടക്കാതെ നീ ആദ്യം ഒരു പണി ചെയ്യും, നിന്റെ ഭർത്താവിനെയും കൊണ്ട് നീ ഇവിടെ നിന്ന് പോവാൻ നോക്കുക, എന്നിട്ട് ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക, അവൻ്റെ സ്നേഹം നീ പിടിച്ചു വലിച്ച് സ്നേഹിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിനിങ്ങനെ അവൻ നിന്നെയല്ലേ മനസ്സിൽ പ്രതീക്ഷിച്ചിരിക്കുന്നത്, പിന്നെ എങ്ങനെ അവൻ എന്നെ സ്നേഹിക്കാനാണ്. അത് കേൾക്കുന്ന ജാനകി ശരിയാണ്, നിന്റെ പിറകെ നടക്കുമ്പോൾ അവൻ എങ്ങനെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ ഉടനെ അവിടെ അനി പറയണേ, അതിന് സ്നേഹം എന്ന് പറയുന്ന സാധനം നിങ്ങൾ പറയുന്നത് പോലെ പിടിച്ചു വലിച്ച് എടുക്കാനുള്ളതല്ല, സ്വഭാവത്തിലൂടെ കിട്ടുന്നതാണ് എന്ന് പറയാം കേട്ടോ. എന്നാൽ ഈ സമയം ഇവന്മാരുടെയൊക്കെ കാട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും വരവും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവളാണ് ഏട്ടത്തേക്ക് കരൾ കൊടുത്തു എന്ന ആ ഒരു പരിചരണമാണല്ലോ ഇവൾ എല്ലാവർക്കും കൊടുക്കുന്നത്. അത് കേട്ട ഉടനെ എല്ലാവരും ഒന്നും ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നാൽ ഈ സമയം അനാമിക പറയുകയാണെങ്കിൽ ഇവൾ കരൾ കൊടുക്കുക, ഇവൾക്കൊരു രക്തം കൊടുക്കാൻ പോലും കഴിയില്ല, അത്രയും വൃത്തികെട്ടവളാണ് ഇവൾ ആരെയും സ്നേഹിക്കാൻ പോലും കഴിയാത്ത കൂട്ടങ്ങളാണ് എന്ന് പറയുമ്പോൾ അത് നിൻ്റെ സ്വഭാവ ഗുണമാടി, നിൻ്റെ തറവാടിൻ്റെ ഗുണമാണല്ലോ നീ ഇപ്പോൾ ഇവിടെ കാണിച്ചത് എന്ന് നന്ദു പറയണം കേട്ടോ. എടി നീ എന്താ ഈ പറയുന്നത്, ഇനിയും എൻ്റെ കൈകളിൽ നിന്ന് വാങ്ങാൻ നിൽക്കണ്ടേ, വെറുതെ ഇവിടെ നിന്നും പോയിക്കോ. അപ്പോഴേക്കും ജലജ പറയാം, അതെ ഇവരുടെയൊക്കെ പ്രവൃത്തി കാണുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഇതേ സമയം നന്ദുവിന് വീണ്ടും ദേഷ്യം പിടിക്കുകയാണ്, ഇവിടെ നിന്നും പോകുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്, അല്ല എങ്കിൽ വീണ്ടും ഞാൻ ഇവളുടെ നാവ് കേട്ട് കഴിഞ്ഞാൽ അടിക്കും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ജലജ പറയണം, മോളെ നമുക്ക് പോയേക്കാം, കരാട്ടയും വൈറ്റൊക്കെ പിടിച്ചവരുടെ അടുത്ത് അടി വാങ്ങുന്നതിനേക്കാൾ നല്ലത് നമുക്ക് പോകാൻ എന്നൊക്കെ പറഞ്ഞ് അവർ പോവാണ് കേട്ടോ. ഇതേ സമയം നീ എന്ത് കാണാനാണ് നിൽക്കുന്നത് എന്ന് ജാനകി ചോദിക്കുക. അപ്പോൾ ജാനകി പോകും വഴി പറയുന്നുണ്ട്, എടി ഇതിന് പ്രതികാരം ഞാൻ വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ വെള്ള പുതപ്പിച്ച് എന്നെ കെടുത്തുന്നതായിരിക്കും നീ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അനി വരാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ നയന പറയണേ, നീ ദയവ് ചെയ്ത് ഇനി ഇങ്ങോട്ടേക്ക് കയറി വരരുത്, ഞാൻ അവിടെ വരുമ്പോൾ നിനക്ക് കാണാൻ, നിങ്ങൾ തമ്മിൽ ഇനി കാണരുത്, മോന് പൊയ്ക്കോ എന്ന് പറഞ്ഞു വിടുക കേട്ടോ. ഇതേ സമയം നയനയെ ഇങ്ങനെ പിടിച്ച് വലിച്ച് ഇങ്ങനെ ഇരുത്തുമ്പോൾ നയന വേദന കൊണ്ട് പുളയാണ്. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, നമുക്ക് ഡോക്ടറെ അടുത്തോട്ട് പോയില്ല, കുഴപ്പമൊന്നുമില്ല, മുറിവൊക്കെ ഉണങ്ങിയത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം വീട്ടിൽ ചെന്നിട്ട് ഇതെല്ലാം ദേവയാനിയോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദേവയാനിക്ക് ആദ്യത്തെ ആ ഒരു ചൂടും ദേഷ്യമൊന്നുമില്ല. അങ്ങനെ ദേവയാനി പറയണം, എന്നിട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്, അവരുടെയൊക്കെ കാട്ടിക്കൂട്ടൽ കണ്ടാൽ അവരാണ് ലിവർ കൊടുത്തതെന്ന് ആ ഒരു പെരുമാറ്റ രീതിയാണ്, അത്രയും വലിയ പരിചരണമാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോഴാണ് അനി അതിനെ പോകുന്നത് കേട്ടോ. എന്നാൽ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ അത് ആസ്വദിച്ച് നിൽക്കുകയാണ് ഇത് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയണേ. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ഞാനിതിന് ശരിക്കും എൻ്റെ വീട്ടുകാരോട് പറയേണ്ടി വേണ്ടത്, എൻ്റെ വീട്ടുകാർ പിന്നെ വെറുതെ ഇരിക്കില്ല, കണക്കിന് കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയാണ്, നീ വീട്ടുകാരോട് പറയണ്ട, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ അവരൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, എന്തായാലും ഇത് ഇങ്ങനെ അങ്ങ് മാറ്റാൻ നമുക്ക് എന്നൊക്കെ പറയുമ്പോൾ അനി അതിനെ പോവാണ് കേട്ടോ. എടാ നിൻ്റെ ഭാര്യയല്ലേ നിൻ്റെ മുന്നിലിട്ട് അവരെല്ലാം കൂടി അടിച്ചത്, അപ്പോൾ എൻ്റെ ഭാര്യയെ അടിക്കാനുള്ള കാരണം എൻ്റെ ഭാര്യ നിങ്ങളോട് പറഞ്ഞില്ലേ, അവിടെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്ന് ജലജയും ജാനകിയും പറയാണ്. അവിടെ നിങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല ചേച്ചി, ഞാനടുത്തേ ചെന്ന് ഇവൾ ഉന്തിയത് കൊണ്ടാണ് നന്ദു അടിച്ചത്, അത് കണ്ടു നിൽക്കാൻ കഴിയില്ല, ഞാനടുത്തേക്ക് ഒന്നാമതേ സുഖമില്ലാതിരിക്കുകയാണ്, എന്താണ് അവൾക്ക് ഇത്ര വല്ലാതെ സുഖമില്ലാതിരിക്കാൻ, അവൾ ലിവർ എന്തെങ്കിലും കൊടുത്തിട്ടിരിക്കുകയാണോ എന്ന് പറയുമ്പോൾ അനിയൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം പത്രയും കൊണ്ട് അനി പറയാണ്, അത് നയനടുത്തേക്ക് സുഖമില്ല, ആദർശേട്ട അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ നിങ്ങൾ അറിഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് അവരെ പിടിച്ച് ഉന്താനൊക്കെ നിൽക്കുന്നത്, ഇവിടെ ആളുകളുടെ കയ്യിൽ നിന്നും അടി ചോദിച്ചു വാങ്ങുന്നത്, എനിക്കതിൽ തടയാനൊന്നും കഴിയില്ല, എനിക്ക് കണ്ടു നിൽക്കാനേ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് അനിയങ്ങ് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അനി ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ആദർശേട്ടനോട് പറയണേ, ആദർശേട്ട ചെറിയൊരു പ്രശ്നമുണ്ട്, എന്താ പ്രശ്നം, നയനടുത്ത് ചെറുതായിട്ടൊന്ന് വീണു, എന്താടാ നീ പറയുന്നത്, അതേ വീണു, പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താൻ നോക്ക്, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അത് അവിടെ ചെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോൾ അനാമിക ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനാമിക വരികയാണ്.
ആഹാ അപ്പോഴേക്കും നീ അങ്ങ് കൊളത്തി കൊടുത്തൂലേ, പിന്നെ ഞാൻ എന്ത് ചെയ്യണടി, നിന്നെപ്പോലെ ഒരു താടക, നിന്നെപ്പോലെ ഒരു വൃത്തികെട്ട പെണ്ണ് കാട്ടിക്കൂട്ടുന്നതെല്ലാം കണ്ടു നിൽക്കാനൊന്നും എനിക്ക് കഴിയില്ല എന്നിങ്ങനെ അനി പറയുമ്പോൾ ഉടൻ തന്നെ നീ അല്ലെങ്കിലോ അവളുടെ ഭാഗത്താണല്ലോ, എന്ത് പറഞ്ഞാലും ഒരു നയനെടുത്തി അതേടി നിന്നെക്കാൾ 10 ഇരട്ടി നന്മയുള്ളവളാണ് അവൾ, നീ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്നൊക്കെ എങ്ങനെ പറയാനേട്ടാ. അത് കേട്ടോടെ തന്നെ എന്ത് പറഞ്ഞാലും അവളെക്കുറിച്ച് പറയാനേ ഇപ്പം നേരമുള്ളൂ. അപ്പോഴേക്കും ജാനകി അങ്ങോട്ടേക്ക് കയറി വരികയാണെങ്കിൽ എടാ നിങ്ങൾ തമ്മിൽ ഇനിയും വഴക്ക് തുടങ്ങിയോ, വഴക്ക് കൂടാനായിട്ട് ഇവളെൻ്റെ പിറകെ നടന്നിട്ടല്ലേ, ഇവളെന്തിനാ എൻ്റെ അടുത്തോട്ട് വരുന്നത്, പിന്നെ എൻ്റെ അടുത്തോട്ടല്ലാതെ വേറെ ആരുടെ അടുത്തോട്ടാണ് അവൾ പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാമേ, ഇവനെ എന്നെ കണ്ടുവിടാ എന്ന് പറയുമ്പോൾ ഇവളുടെ പ്രവൃത്തി കൊണ്ടാണ് കണ്ടുവിടാത്തത്, ഇത് വെറുതെ എന്നോട് വഴക്ക് കൂടാൻ വരണ്ട. എടാ നിൻ്റെ കാട്ടിക്കൂട്ടിൽ കണ്ട നീ ഇപ്പോൾ ഈ പറയുന്നത് പോലെ അവളാണ് ലിവർ കൊടുത്തെന്ന് തോന്നുന്നത് നിൻ്റെ കാട്ടിൽ കാണുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും ജാനകിയും ഇവിടെ അനാമികയും പറയുമ്പോൾ ഒന്ന് പതറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ഇവളുടെ സ്വഭാവം കൊണ്ട് എനിക്ക് ഇഷ്ടമായ കാര്യം തന്നെയാണ് ഇവളെ അടിക്കുന്നത് കണ്ട് ഞാൻ ആസ്വദിച്ച് നിന്നത് തന്നെയാണ്. ഒരു പക്ഷേ ഇവളെ നന്ദു അടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവളെ കൊന്നേനെ എന്നിങ്ങനെ പറയാൻ. അത് കേൾക്കുന്ന അനാമികക്ക് അടിമുടി കയറുന്നുണ്ട്. എന്നാൽ ഈ സമയം ആദർശ് നയനയുടെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പം നന്ദുവിനോട് ചോദിക്കുക എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ നന്ദു പതറുന്നുണ്ട്. അപ്പം നന്ദു പറയണേ എനിക്ക് പരവിച്ചൊരു അവസ്ഥയാണ്, എനിക്ക് പറയാൻ കഴിയില്ല, എന്തായാലും ഏട്ടൻ ചേച്ചിയുടെ അടുത്തോട്ട് ചെല്ലുമെന്ന് പറയട്ടെ. അങ്ങനെ നയനയുടെ അടുത്ത് ചെല്ലണം. അപ്പം നയന വേദന കൊണ്ട് ചെറുതായി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ നയനെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ചെറുതായി ഒന്ന് വീണു, നിന്നോട് വീഴാൻ പാടില്ല എന്ന് ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞതല്ലേ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഒരു കുഴപ്പമില്ല എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് നന്ദു വരികയാണ്. എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം ഏട്ടാ അനാമിക അടിച്ചതാണ്, അനാമികയാണ് ഈ ചേച്ചിയെ വീഴ്ത്തിയത് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി എന്തിന് അനി ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയട്ടോ. അതെന്താ അനിക്ക് ഇവിടെ വരാൻ പാടില്ല, ആദർശേട്ടാ അനി ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട, ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട, എന്താ നിന്നെ കാണാൻ അനി വന്നാൽ എന്നേക്കാൾ മുന്നേ നിന്നെ സ്നേഹിച്ച് തുടങ്ങിയത് അനിയാണ് ആദ്യം മനസ്സിലാക്കിയത്, അതുകൊണ്ട് അവനെ എതിർക്കാനൊന്നും എനിക്ക് കഴിയില്ല, അവൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ, അതിനാരും എതിർക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവിടെ തിരിച്ചൊരു മറുപടി പറയാനും കഴിയാതെ അങ്ങ് പോവാണ്. പിന്നീട് ആദർശ് പറയാണ് പെട്ടെന്ന് റെഡിയായി ഞാൻ നിന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോട്ടെ. അപ്പോൾ എന്നെ പറയാണ് വേണ്ട, അതൊന്നും വേണ്ട ആദർശേട്ടാ, എൻ്റെ അസുഖം മാറിക്കോളൂ, അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അതൊന്നും നീ പറഞ്ഞാൽ എനിക്കെടുക്കാൻ കഴിയില്ല, പെട്ടെന്ന് റെഡിയാവാനല്ലേ നിന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ നയനെ പറയുന്നില്ല ആദർശേട്ടാ കുഴപ്പമില്ല എന്ന് പറയണ്ട, എന്നാൽ ശരി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആദർശ് പിന്നീട് കാലിൽ തുള്ളിയും കൊണ്ട് പോവാണ്. ഇതേ സമയം ജാനകിയാണെങ്കിലും മോളെ അവന് ഇങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, നീ അതൊന്നും വിഷയമാക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ എന്നാലും എൻ്റെ അമ്മ എല്ലാവരും അവളോടാണല്ലോ കൂറ്, ഇവിടെ എല്ലാവർക്കും അവളോടാണല്ലോ ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ ആദർശ് വരുന്നത്. അവൻ്റെ വരവ് ഒന്നൊന്നര വരവാണല്ലോ മോളെ എന്നിങ്ങനെ ജാനകി പറയുന്ന സമയത്ത് എടി നീ എന്താടി അവിടെ പോയി കാണിച്ചത്, നീ എൻ്റെ ഭാര്യയെ അടിക്കാൻ നിനക്ക് ആരടി അധികാരം തന്നത് എന്ന് പറയട്ടോ. ആദർശ് അങ്ങ് ചൂടാവുമ്പോൾ ഉടൻ തന്നെ അവിടെ ജാനകി അനാമിക പറയാണ് അവരെന്നെ കാണിച്ചതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ നീ അവിടെ പോയി എൻ്റെ ഭാര്യയെ ഉന്താ നിന്നോട് ആരെങ്കിലും പറഞ്ഞോ, അത് അനി അങ്ങോട്ടേക്ക് പോയത് കൊണ്ടെന്താ, അനിക്കെന്താ അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല, അനി പോയെന്ന് കരുതി എന്താ പ്രശ്നം, നീ വല്ലാതെ വിളച്ച് നടത്തരുത്, എൻ്റെ ഭാര്യയെ ഞാൻ ഉന്തിയത്, ഇതിന് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കൊന്നേനെ എന്ന് പറയുമ്പോൾ എന്നാ കൊല്ല് എന്നിങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അപ്പോഴേക്കും ജലജ പറയണേ നീ എന്താടാ ഇവളെ വഴക്ക് പറയുന്നത്, അവർ കാട്ടിയത് അവരെടുത്ത് ചെന്ന് ഇവള് വഴക്കുണ്ടാക്കിയതും പോരാ പിന്നെ നിങ്ങൾ ഇതിൽ ഇടപെടുന്നോ എന്ന് പറയുമ്പോഴേക്കും ദേവയാനി മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവിടെ എത്താറുണ്ട്. പക്ഷെ ദേവയാനി ഒന്നും ഉണ്ടില്ല. അപ്പോഴേക്കും മുത്തശ്ശൻ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഇവൾ നയനയെ പോയി ഉന്തിരിക്കുന്നു. എന്ത് നയനയെ പോയി ഉന്തിരിക്കുന്നോ? അത് കേൾക്കുന്ന മുത്തശ്ശൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ നയനയെ ഉന്തിയത് മാത്രമല്ലല്ലോ എന്നെ അടിച്ചത് എന്താ പറയാത്തതെന്ന് പറയുമ്പോൾ അതിനെനിക്ക് കിട്ടേണ്ടത് തന്നെ, ഇതിൽ തെറ്റ് നിൻ്റെ അടുത്താണ് കുട്ടി, അതുകൊണ്ട് ഞാൻ എനിക്ക് ഒപ്പം നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയാനായിട്ട് അങ്ങനെ ആദർശം ഇങ്ങനെ കല്ലി തുള്ളി നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ. അതുമാത്രമല്ല അതിനിടയ്ക്ക് ഇവരിങ്ങനെ പറയുന്നുണ്ട് ഇവരുടെയൊക്കെ കാട്ടിക്കൂട്ടൽ കണ്ട അവൾക്ക് ഇതിന് മാത്രം പ്രശ്നം എന്താ, ഇവിടെ ഇപ്പോൾ വല്യമ്മക്ക് ഈ പറയുന്ന നയനയാണ് ലിവർ കൊടുത്ത് എന്ന ആ ഒരു കാട്ടിലാണല്ലോ ഇവിടെ എല്ലാവരും കാട്ടുന്നതെന്ന് പറയുമ്പോൾ ആദർശം ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ.